ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഇഡ്ഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഈ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഈ തക്കാളി നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. തക്കാളി അരിഞ്ഞ് കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 15 ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ്. 4 വലിയ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു കൈപ്പിടി നിറയെ മല്ലിയില എടുത്തിട്ടുണ്ട്. അതും കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ സാമ്പാർ പൊടി, ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 250 ml കപ്പിൽ മെഷർ ചെയ്തിട്ടാണ് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തത്. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുത്തിയിട്ട് ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം. കുക്കറിന്റെ പ്രഷർ എല്ലാം പോയപ്പോൾ കുക്കർ തുറന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളിയും ചെറിയുള്ളിയും എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കുക്കറിൽ നിന്ന് ഈ തക്കാളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും അതെല്ലാം വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ചൂടാറി വരുമ്പോൾ അതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. കുക്കറിൽ ബാക്കിയുള്ള വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, അത് അവിടെ ഇരിക്കട്ടെ. തക്കാളി ചൂടാറി വന്നപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. ഇനി നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് പൊട്ടി വരുന്ന നേരം കൊണ്ട് തന്നെ ഉഴുന്ന് നമുക്ക് മൂത്ത് കിട്ടും. കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കായമാണ്. ഞാനിവിടെ 1/4 ടീസ്പൂൺ കായത്തിന്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കായത്തിന്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തക്കാളി വേവിച്ചെടുത്തിട്ട് കുക്കറിൽ ബാക്കിയുണ്ടായിരുന്ന വെള്ളം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ നമ്മൾ അരച്ചെടുത്ത തക്കാളിയുടെയും ചെറിയുള്ളിയുടെയും ഒക്കെ പേസ്റ്റും ചേർത്ത് കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ആ വെള്ളവും ഈ ചീനച്ചട്ടിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കറിക്ക് എത്ര തിക്നെസ് ആണോ വേണ്ടത് അതനുസരിച്ചിട്ടുള്ള വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം ഇനി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 250 ml കപ്പിൽ മെഷർ ചെയ്തിട്ട് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ തക്കാളിയൊക്കെ വേവിച്ച നേരത്തെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കറിയുടെ തിക്നെസ്സും ഒക്കെ അനുസരിച്ചിട്ട് ഈ ഉപ്പിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. ഞാനിവിടെ മൊത്തം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളച്ചു വരണം. ഇപ്പോൾ ഈ കറി നന്നായിട്ട് തന്നെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഈ കറിയുടെ എരിവും ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ശർക്കരയുടെ പൊടിയാണുള്ളതെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ശർക്കരയും ചേർത്ത് കൊടുത്തിട്ട് 1-2 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ആ ശർക്കര ഒന്ന് മെൽറ്റായി കറിയിലോട്ട് ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കറി നന്നായിട്ട് തന്നെ തിളച്ചു വന്നിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഈ കറിയുടെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില കൂടി ഒന്ന് വിതറി കൊടുക്കാം. എന്നും നമ്മൾ ഇഡ്ഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് സാമ്പാറും ചമ്മന്തിയൊക്കെയാണല്ലോ തയ്യാറാക്കുന്നത്. ഒരു ദിവസം ഡിഫറെന്റ് ആയിട്ട് ഇങ്ങനെയൊരു കറി തയ്യാറാക്കി നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്